ഇന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മസാല. ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചപ്പാത്തിക്കും അതേപോലെ പൂരിക്കും നെയ്ച്ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ മസാല എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 800 ഗ്രാമോളം ഉണ്ടാവും ഈ ചിക്കൻ. അതിലോട്ട് ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടെടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു അടുപ്പിലോട്ടൊരു ചട്ടി വെക്കാം, മൺചട്ടി. അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് വലിയ ഉള്ളി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞത് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്താലും മതി. ചെറിയ ഉള്ളിയാണെങ്കിൽ 2 കപ്പോളം എടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി ഒരു ഉള്ളി ഇട്ടത് കൊണ്ട് തന്നെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഞാനിവിടെ വറ്റൽ മുളകാണ്. അപ്പോൾ വറ്റൽ മുളക് ഞാനിവിടെ 5 വറ്റൽ മുളകോളം പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കുക. അപ്പോൾ ഞാനിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വറ്റൽ മുളക് കൂടുന്നതിനനുസരിച്ച് നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും നമ്മൾ ഈ ഒരു മസാലക്ക്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 6-7 വറ്റൽ മുളക് നന്നായി പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതല്ല നിങ്ങളടുത്ത് പൊടിച്ചത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂണ് വറ്റൽ മുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഈ വറ്റൽ മുളക് ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ ഇതാ ഉള്ളിയുടെയൊക്കെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. വറ്റൽ മുളകൊക്കെ നന്നായിട്ട് ഈ ഉള്ളിയായിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഈ ഉള്ളിയും ചിക്കനും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തതാണിത്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ മസാലേൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചതാണിത്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നല്ലൊരു ചട്ടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി ഞാൻ വീണ്ടും ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതാ വീണ്ടും തുറന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഈ മസാല ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ കറക്റ്റ് ആ മസാലയുടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ പുളിക്കനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ചേർക്കണം, ഇത് മിസ്സാവരുത്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഈ വിനാഗിരി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അധികം ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലായിടത്തും ഇതൊന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു മസാലയായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ആയി കെട്ടിയാൽ മതി വിനാഗിരി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ ഈസിയും അതേപോലെ ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെളിച്ചെണ്ണയിലായിരിക്കണം ചെയ്യേണ്ടത്. അതേപോലെ മൺചട്ടി എടുക്കുക. അപ്പോൾ അതിനാണ് കറക്റ്റാ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻ്റ് അറിയിക്കുക. അതേപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിഭവങ്ങളായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു.